NIA ആണ് കേന്ദ്ര ഏജൻസിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് സവാദാണ് എന്ന് NIA കോടതിക്ക് മുന്നിൽ പറഞ്ഞാൽ അത് തെളിയിക്കുക തന്നെ വേണം. ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസ് പ്രതി സവാദ് ശരിക്കും സവാദ് തന്നെയാണ് എന്ന് NIA പറഞ്ഞാൽ കോടതി സമ്മതിക്കില്ല. അതിന് തെളിവ് വേണം. DNA പരിശോധനയിലൂടെ തെളിയിച്ചാൽ മാത്രമേ കോടതി ശിക്ഷാ നടപടികളിലേക്ക് കടക്കൂ. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകൻ പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ ഒന്നാം പ്രതി സവാദിന്റെ DNA പരിശോധന നടത്താൻ NIA കോടതിയിൽ ഉടൻ അപേക്ഷ നൽകും. 13 വർഷം ഷാജഹാൻ എന്ന പേരിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് സവാദ് പിടിയിലായത്. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് NIAയുടെ നീക്കം. കേസിൽ സവാദിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഫെബ്രുവരി 16 വരെയാണ് റിമാൻഡിൽ വിട്ടത്. അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകുമെന്നും NIA വ്യക്തമാക്കി. 2010 ജൂലൈ 4-നാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന TJ ജോസഫിന്റെ കൈപ്പത്തി സവാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം വെട്ടിയത്. ചോദ്യപേപ്പറിൽ മതനിന്ദ ആരോപിച്ചായിരുന്നു ആക്രമണം. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ സവാദിനെ കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിൽ നിന്ന് NIA അറസ്റ്റ് ചെയ്തത്. ഷാജഹാൻ എന്ന പേര് മാറ്റി കുടുംബമായി കണ്ണൂർ ജില്ലയിൽ താമസിച്ചു വരുന്നതിനിടെയാണ് പിടികൂടിയത്. സവാദിനെ പിടികൂടാൻ NIA ഉദ്യോഗസ്ഥർക്ക് സഹായകമായത് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ആയിരുന്നു. കാസർകോട്ട് വിവാഹ സമയത്ത് നൽകിയ പേര് ഷാജഹാൻ എന്നാണ് എങ്കിലും മൂത്ത കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ നൽകിയത് യഥാർത്ഥ പേരാണ്. മംഗൾപാടി പഞ്ചായത്ത് നൽകിയ ജനന സർട്ടിഫിക്കറ്റിലാണ് അച്ഛന്റെ പേര് MM സവാദ് എന്ന് രേഖപ്പെടുത്തിയത്. ഒളിവിൽ താമസിച്ച് ആശാരിപ്പണി ചെയ്തു വരുന്നതിനിടയിലാണ് സവാദ് പിടിയിലായത്. NIAക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വീട് വളഞ്ഞ് പിടികൂടുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ സംരക്ഷണത്തിലായിരുന്നു സവാദിന്റെ ഒളിവ് ജീവിതം എന്നാണ് NIAയുടെ കണ്ടെത്തൽ. 13 വർഷം ഒളിവിലിരിക്കാൻ സവാദിനെ സഹായിച്ചത് ആരൊക്കെയാണ് എന്നും കാണാമറയത്ത് സവാദ് എവിടെയൊക്കെയാണ് കഴിഞ്ഞത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താനാണ് NIAയുടെ നീക്കം. കഴിഞ്ഞ 13 വർഷമായി ലോക്കൽ പോലീസ് മുതൽ NIA വരെയുള്ള സകല അന്വേഷണ ഏജൻസികളുടെയും കണ്ണുവെട്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു. ഇയാൾക്ക് വേണ്ടി പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, സിറിയ തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ വരെ അന്വേഷണ സംഘം അന്വേഷണം നടത്തിയിരുന്നു. സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് കഴിഞ്ഞ മാർച്ചിൽ NIA പ്രഖ്യാപിച്ചിരുന്നതാണ്. സവാദിനെ വിദേശത്ത് കണ്ടതായുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് NIA അന്വേഷണവും ശക്തമാക്കി. നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ ഒരാളും ദുബായിൽ വെച്ച് സവാദിനെ കണ്ടതായി മൊഴി നൽകിയിരുന്നു. ഇന്ത്യൻ ചാരസംഘടനയായ റോയുടെ ഏജന്റുമാരുള്ള പാകിസ്ഥാൻ, ദുബായ് എന്നിവിടങ്ങളിൽ സവാദിനെ കണ്ടെത്താനായി അരിച്ചുപെറുക്കലും നടത്തിയിരുന്നു. അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, മലേഷ്യ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചും NIA അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. സവാദ് സിറിയയിലേക്ക് കടന്നതായി പ്രചാരമുണ്ടായിരുന്നു എങ്കിലും അതിനും തെളിവ് ലഭിച്ചില്ല. ഇന്ത്യയിലെ തീവ്രവാദ വിരുദ്ധ കുറ്റാന്വേഷണ ഏജൻസിയാണ് ദേശീയ അന്വേഷണ ഏജൻസി അഥവാ NIA. അമേരിക്കയിലെ FBI മാതൃകയാക്കി 2009-ൽ രൂപീകരിച്ച NIAയുടെ പ്രധാന ജോലി രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള കേസുകൾ, പ്രത്യേകിച്ച് ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കലാണ്. തീവ്രവാദത്തിനെതിരെ പ്രവർത്തിക്കാൻ പരമ്പരാഗത മാർഗം പോരാ എന്ന തിരിച്ചറിവാണ് ഈ സംഘടനയുടെ പിറവിക്ക് പിന്നിൽ. ഭീകരപ്രവർത്തനം മാത്രമല്ല, രാജ്യരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എല്ലാ കുറ്റകൃത്യവും NIAക്ക് അന്വേഷിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.